ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറിയൊക്കെ മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും കൂടിയിട്ട് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീനയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ചേച്ചി ശരിക്കും ഒരു നരകത്തിലേക്കാണല്ലോ പോയത് എന്നൊക്കെ പറയണം. അതേ മോളെ, പക്ഷേ എനിക്ക് അവിടെ നിന്നല്ലേ പറ്റൂ എന്ന് പറയണം അലീന. അതിനുശേഷം അലീന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ചേച്ചി എന്താ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, ചേച്ചിക്ക് ഉറങ്ങണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഉറക്കം വരുന്നില്ല മോളെ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് പോയി എന്ന് പറയാണ്. ചേച്ചി ഓർത്തത് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി മനുച്ചേട്ടനല്ലേ ഓർത്തത് എന്ന് ചോദിക്കുകയാണ്. അതേ, മനുച്ചേട്ടനെയും ഓർത്തു, എല്ലാവരെയും ഓർത്തു എന്ന് പറയണം. അങ്ങനെയല്ല, ചേച്ചി മനുച്ചേട്ടനെ അല്ലേ കൂടുതലായിട്ടും ഓർത്തത്, ചേച്ചിക്ക് മനുച്ചേട്ടനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ആളല്ലേ, എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി മോളെ, മനുച്ചേട്ടൻ എൻ്റെ കസിനല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചിട്ട് എന്താ, അവിടെ ചേച്ചിയുടെ അമ്മയുണ്ടല്ലോ, എന്നിട്ട് വല്ല വിലയൊന്നുമില്ലല്ലോ അമ്മയുടെ സ്ഥാനത്തിന്. അപ്പോൾ കസിനാണെങ്കിലും ചേച്ചിക്ക് നല്ല ജോഡിയാണ് മനുച്ചേട്ടൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ സ്ഥാനമൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ് ചേച്ചി എന്ന് പറയണം. മനുച്ചേട്ടനും ചേച്ചി ഇഷ്ടമാണല്ലോ, ഇഷ്ടമാണെന്ന് എനിക്കറിയാം മോളെ, പക്ഷേ അതുകൊണ്ടാണല്ലോ എന്നെ കാണാൻ വന്നത്. അതെനിക്ക് മനസ്സിലായി, അല്ലാതെ ഞാൻ വിളിച്ചിട്ട് എന്നെ കാണാനൊന്നുമല്ല മനുച്ചേട്ടൻ വന്നത്, ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്ന് പറയണം. എനിക്കറിയാം മനുവേട്ടനെ എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷേ ആ ഇഷ്ടത്തെ ഞാൻ ഒരിക്കലും മറ്റൊരു രീതിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുച്ചേട്ടൻ്റെ പൊസിഷനൊക്കെ എന്താ മോളെ, നീ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്, നല്ല വിദ്യാഭ്യാസം, ജോലി, വലിയ കുടുംബം എന്നൊക്കെ പറയണേ. അപ്പോൾ ചേച്ചിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല മോളെ, എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകനാണെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മൾ നമ്മുടെ സ്ഥാനം നോക്കണ്ടേ. ഞാൻ ആരാ അങ്ങനെ നോക്കുമ്പോൾ, ഞാൻ വേറൊരു വേലക്കാരിയല്ലേ, ശരിക്കും പറഞ്ഞൊരു പിച്ചക്കാരി, അനാഥയാണ് എന്നൊക്കെ പറയണേ രേവതിക്കുട്ടിയോട് അലീനേട്ടോ. അപ്പോൾ നമ്മളെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്, അതുപോലെ നിന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് എല്ലാവരും ഒരു സ്വാതന്ത്ര്യമൊക്കെ തരുന്നുണ്ട്, ഇഷ്ടമൊക്കെ നമ്മളോടുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്ടമൊക്കെ അവിടെ പോകും. എനിക്ക് നിന്നോടും പറയാനുള്ളത് അതാണ്. ഇപ്പോൾ നീ ഇവിടെ മാമച്ചായൻ്റെയും അതുപോലെ ഗ്രേസുമാൻ്റിയുടെയും ഒക്കെ നല്ല അവരെയൊക്കെ നോക്കിക്കൊണ്ട് നല്ല രീതിയിലൊക്കെ തന്നെയാണ് പോണത്. പക്ഷേ അങ്ങനെയല്ല, അവരുടെ ഇഷ്ടത്തിലേക്ക് അവർക്ക് ഒരുപാട് ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിന്നോടുള്ള ഇഷ്ടമൊക്കെ അവർക്ക് കുറയും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ്, നമ്മുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എപ്പോഴും നിൽക്കാനായിട്ട്. പിന്നെ അന്നേരം നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പറയുമ്പോൾ, ഇവിടെയൊക്കെ ആരെങ്കിലും വരാനുണ്ടോ, ഇനി ഇവിടെ ആര് വരാനോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവർക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ മരിച്ചു പോയല്ലോ. അപ്പോൾ അലീന പറയാണ്, അഥവാ ഇനി ആരെങ്കിലും വന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ശരിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഭയങ്കര അടിച്ചു പൊളിച്ച് അതുപോലെ ഒരു കുട്ടിയായും ഒക്കെ നടക്കുന്നത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്, മാമച്ചായനും ഗ്രേസമ്മയും മാത്രം ആയതുകൊണ്ടാണ്. ഇനി അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നിങ്ങനെ ആ സമയത്ത് ഓർക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ചേച്ചി, ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ആരും വരാനില്ലല്ലോ, അവരെ എത്രയും മാക്സിമം അവരെ സന്തോഷമായിട്ട് ഇരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നത് എന്ന് പറയുമ്പോൾ, നീ ചെയ്തത് തെറ്റാണെന്നൊന്നുമല്ല ചേച്ചി പറയുന്നത്, പക്ഷേ എപ്പോഴും ഈ കാര്യം മോളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറയണം. അപ്പോൾ ചേച്ചി മനുച്ചേട്ടൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് വീണ്ടും രേവതിക്കുട്ടി. നീ എന്താ വീണ്ടും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്, മനുച്ചേട്ടൻ്റെ കാര്യം മനുച്ചേട്ടനല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല ചേച്ചി, എന്നോട് സത്യം പറ, ചേച്ചിയുടെ ഉള്ളിൽ മനുച്ചേട്ടനോട് ഒരു ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഇനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മോളെ, എനിക്ക് ഇഷ്ടമാണ് മനുച്ചേട്ടനെ, പക്ഷേ മോള് പറയുന്നത് പോലെ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ അവസ്ഥ വെച്ചിട്ടാണ് ഈ പറയുന്നത്. പക്ഷേ ശരിക്കും മനുച്ചേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ, ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് മനുച്ചേട്ടനെ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണുകൾ അത് പറയുന്നുണ്ട്. മനുവേട്ടൻ്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴും ഫോൺ വരുമ്പോഴൊക്കെ ചേച്ചിയുടെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, മനുച്ചേട്ടനും അതുപോലെ തന്നെയാണ്, ചേച്ചിയോട് ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ്. അവിടെ നിന്ന് തന്നെ പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞില്ലേ, എനിക്കെല്ലാവരും ഉണ്ട്, അച്ഛൻ, അമ്മ, ഇപ്പോൾ ഒരു ചേട്ടനെയും കിട്ടി, ചേച്ചിക്കാണ് ആരും ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ മനുച്ചേട്ടൻ എന്താ പറഞ്ഞ്, നിനക്ക് ഞാനില്ലേ എന്ന് ചോദിച്ചില്ലേ, ആ ഒരു ചോദ്യം പോലെ ചേച്ചിക്ക് എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്കും അതിങ്ങനെ ഓർക്കാട്ടോ അലീന.
നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ മോളെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേയല്ല. മനുവേട്ടൻ്റെ മനസ്സിൽ ചേച്ചിയോട് ഒരുപാട് സ്നേഹമുണ്ട്, ചേച്ചിയുടെ മനസ്സിലുണ്ട്. അതൊക്കെ വഴിയെ ശരിയായിക്കോളും എന്ന് പറയണേ. കാരണം ഞാൻ നിങ്ങളെ അങ്ങനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു, നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണുകയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ, നീ അങ്ങനെ കാട് കയറി ഇപ്പോൾ ഒരുപാട് സ്വപ്നമൊന്നും കാണാൻ നിൽക്കണ്ട, ഇപ്പം വന്ന് കിടന്ന് വേറെ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ കാണാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. എന്നാ വയ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ, എത്ര നാളായി നമ്മളങ്ങനെ കിടന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കിടക്കാനായിട്ട് പോവണം. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. രാവിലെ അലീന നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, അതുപോലെ രേവതിക്കുട്ടി എഴുന്നേൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് അവരാണല്ലോ, രേവതിയാണല്ലോ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ കിച്ചണിലേക്കൊക്കെ ചെന്ന് രണ്ടുപേരും കൂടിയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ കടപ്പാട്ടൂർ വൈജയന്തിയുടെ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര പ്രശ്നമാണ്. കാരണം അലീന ഇന്നലെ പോയല്ലോ, ഇന്നലത്തേക്ക് ഒരു വിഷമവും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയ സാധനം എടുത്ത് കഴിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം, വീടും മുറ്റുമൊക്കെ അടിച്ചു വാരണം, തുടയ്ക്കണം, പാത്രം കഴുകണം, അലക്കണം, എല്ലാ ജോലിയും ചെയ്യണം. ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ചെയ്യണം. ഇതെല്ലാം കൂടിയിട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം. അതുമാത്രമല്ല, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അമ്മയെ കുളിപ്പിക്കണം, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, എല്ലാ ജോലിയുണ്ട്. ഇതൊക്കെ കൂടി ചെയ്യാൻ നിന്നപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ബബിതയെ വിളിക്കണം, ബബിത ഇങ്ങോട്ടൊന്ന് വാടി, ഇവിടെ ജോലികൾ ഒരുപാടുണ്ട്, എന്നെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ, എന്താ അമ്മ, എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ എന്നെ ജോലിയൊന്നും എടുക്കാൻ വിളിക്കണ്ട എന്ന്, എനിക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് എന്ന് പറയാണ് ബബിത. ഓ പിന്നെ നിന്റെ പഠിത്തം ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ആ മൊബൈലും പിടിച്ചോണ്ട് ഏതെങ്കിലും മൂലയിൽ പോയി നീ കിന്നരിക്കുന്നതും അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതും കാണാം. അതല്ലേ നിന്റെ പഠിത്തം? മര്യാദക്ക് ആ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇവിടേക്ക് വന്നു, അതാ നിനക്ക് നല്ലത് എന്ന് പറയാണ് വൈജയന്തി. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അമ്മ, എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ദേ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ, എന്തോരം പാത്രങ്ങളാ കഴിക്കാൻ, നീ ആ മുറ്റം അടിച്ചു വരുമോ, നിന്നോട് ഞാൻ അത് പറഞ്ഞതല്ലായിരുന്നു ചോദിക്കുമ്പോൾ, അമ്മേ മുറ്റൊന്നും ഞാൻ അടിച്ചു വരില്ല, എനിക്കൊന്നും പറ്റത്തില്ല, വെയിലത്തോട്ട് ഇറങ്ങാനൊന്നും, ഈ സമയമായിട്ട് നീ മുറ്റം അടിച്ചു തരില്ലേ എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ മുറ്റം ഞാൻ അടിച്ചു വരിയിട്ടുണ്ട്, ചേച്ചിയോട് പറഞ്ഞിട്ട് ചേച്ചി ചെയ്തില്ല, ഞാൻ പോയി ചെയ്തു എന്ന് പറയണം. അപ്പം കണ്ടു പഠിക്കുക എന്ന് പറയണം. ഓ പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ബബിത. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, നീ പാത്രങ്ങളൊന്നും വന്ന് കഴുകിയാൽ എനിക്കിതെല്ലാം കൂടി പറ്റുന്നില്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാധനം വേണ്ടോയെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ നടക്കത്തില്ല. അമ്മ എനിക്ക് ദോശ വേണ്ട, എനിക്ക് പൂരി മതി എന്ന് പറയണം ബബിത. അതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ടേ, അലീന ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സാധനമായിരുന്നു വേണ്ടത്, അതൊക്കെ അലീന ചേച്ചി ഉണ്ടാക്കുമായിരുന്നു, ഒരു സാധനം തന്നെ ഉണ്ടാക്കാൻ അമ്മയ്ക്കൊന്നും വയ്യ അല്ലേന്ന് കൃഷ്ണ പറയുമ്പോൾ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കൃഷ്ണേ, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയണം. ആ സമയത്ത് ആ ബഹളം കേട്ടുകൊണ്ട് ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ രാവിലെ തന്നെ ഭയങ്കര ബഹളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ദേ ബാലേന്ദ്ര, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട, ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, എന്തോരം ജോലി ചെയ്ത് എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചു തള്ളട്ടോ. ഈ ജോലി നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നോ, നിൻ്റെ വീടാണിത്, നിൻ്റെ വീട്ടിലെ ജോലി നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റുക? ഈ ജോലിയെല്ലാം അലീന ഒറ്റയ്ക്കല്ലേ ചെയ്തിരുന്നത്, അതും നിങ്ങൾ പറയുന്ന സമയത്തിന് മുന്നേ തന്നെ ചെയ്തു വെക്കുകയായിരുന്നല്ലോ, എന്നിട്ടും നിങ്ങൾക്കൊരു വില ഉണ്ടായില്ലല്ലോ അവളെ എന്നൊക്കെ പറയണേ. അവളുടെ ജോലിയല്ലേ, അത് അവൾ ചെയ്യുന്ന ജോലി എന്ന് വിചാരിച്ച് ഇതിപ്പോൾ എൻ്റെ ജോലിയാണോ? ഇതേ ഒരു വീടാകുമ്പോൾ എല്ലാവരും കൂടി ചെയ്യേണ്ടതല്ലേ, അവളെ നമ്മളിവിടെ ജോലിക്ക് വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ അവളിതൊക്കെ ചെയ്യണമല്ലോ എന്ന് പറയണേ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഇവിടെ ജോലിക്ക് വെച്ചേക്കുന്നത് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വീട്ടുജോലി ചെയ്യാനൊന്നും അല്ല എന്ന് പറയുമ്പോൾ, ഇതേ ബാലേന്ദ്ര രാവിലെ തന്നെ എൻ്റെ വാലിരിക്കണേ കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവളെ പറഞ്ഞേക്കണ്ടായിരുന്നു അല്ലേ അമ്മേ, അവളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും വരത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അവളെ ഒരു ദിവസം പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അവളെ ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് കെട്ടിക്കാനല്ലേ നീയും നിൻ്റെ അമ്മയെ കൂടി പ്ലാൻ ചെയ്തതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അതെ അമ്മയ്ക്കും അതുപോലെ ചേച്ചിക്കും തന്നെ ഒട്ടും ഇഷ്ടമില്ലല്ലോ അലീന ചേച്ചി ഒരു ദിവസം മാറി നിന്നപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ഇതേ എല്ലാവരും കൂടെ എന്നിട്ട് വട്ടാക്കാൻ നിൽക്കണ്ട, ഭവിത മര്യാദക്ക് ആ പാത്രം കഴുകി, കൃഷ്ണ പോയിട്ട് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഞാൻ മുറ്റം അടിച്ചു വരി വന്നില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി ചേച്ചിയോട് പറയാമെന്ന് പറയുന്നു. ചേച്ചിക്ക് ഇവിടെ കുറേ പണിയുണ്ടെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചി ചെയ്തോളും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അച്ഛതേ നോക്കി എനിക്ക് എല്ലാ ജോലിയും തരിക, ചേച്ചി ഒന്നും ചെയ്യത്തില്ല, മടി പിടിച്ചിരിക്കുമെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതേ അവൾ മുറ്റമൊക്കെ അടിച്ചു വരി വന്നില്ല, ഇനി അടുത്ത ജോലി ഭവിത ചെയ്യട്ടെ എന്ന് പറയണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, പോവണ്ട എന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിലേ അലീന ഈ വീടിൻ്റെ പടി വിട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഞാനതങ്ങനെ പറയാതിരുന്നതാണ് എൻ്റെ തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് പറഞ്ഞു നോക്കിയേ അപ്പം അറിയായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് ബാലചന്ദ്രൻ പറയണം. ഒന്നും അറിയാനില്ല, ഇവിടുത്തെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ഞാനാണ്, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക് ലീവ് കൊടുക്കണോ കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ, അത് എവിടുത്തെ ന്യായമാണ് വൈജയ്, ഒരു ജോലിക്കാരിക്ക് ഒരു ദിവസം പോലും ലീവ് കൊടുക്കില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്നൊക്കെ ചോദിക്കണം. ഇപ്പം തന്നെ നോക്കിയ ബാലേന്ദ്രൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അമ്മയ്ക്ക് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല, ഇനി അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അമ്മയെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കാനൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ ചെയ്തിരുന്ന ഒരാളല്ലേ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞയക്കാനൊക്കെ നോക്കിയത്, ഇന്നലെ കൂടി നീ അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞ് നീ അനുഭവിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. ഞാൻ ശരിയാക്കി കൊടുക്കാൻ അവളിങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അവൾക്ക് ഞാൻ പണികൾ ഇട്ട് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. അതേസമയം നമ്മുടെ രാവിലത്തെ എല്ലാ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് അലീനയും രേവതിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാമച്ചാനും ഗ്രേസമാൻറ്റിയും ഒന്നും ഭക്ഷണം കഴിക്കാൻ റെഡി വന്നിട്ടില്ല. അപ്പോൾ അലീന ഒന്ന് ചുമ്മാ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം, മുറ്റം പരിസരമൊക്കെ ഒന്ന് കാണാമല്ലോ, വീടിൻ്റെ ഉള്ളൊക്കെ കണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല, അപ്പോൾ പുറത്തൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങോട്ട് നോക്കിയത് അലീന ഞെട്ടിപ്പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിലൊരു വാക്കത്തിയായിട്ട് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവിടെ മാമച്ചാൻ അയാളെ കൊണ്ട് എന്ത് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ. അവിടെ വിറക് കീറാനോ വാഴക്കൊക്കെ ഇങ്ങനെ തടം എടുക്കാനോ അങ്ങനെ എന്തൊക്കെയോ വെട്ടി അങ്ങനെയുള്ള ജോലികൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. അത് കണ്ടപ്പോഴാണ് അലീനയ്ക്കൊരു ആശ്വാസമായത്. ആദ്യം അലീനൊന്ന് പേടിച്ചു. അങ്ങനെ അവിടെ മൊത്തം ചുറ്റി കറങ്ങി കാണണം. ആ സമയത്ത് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോക്കി കാണുമായിരുന്നു എന്ന് പറയണം. ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞല്ലേ എനിക്ക് വരാനും ഒക്കെ കാണാനും ഒക്കെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്നാ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവിടുന്ന് മാഡം ലീവ് തന്നാലല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി ചോദിച്ച് മേടിക്കുന്ന ലീവ് എന്നിട്ട് എല്ലാ സമയത്തും ചേച്ചി ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണേ. ഇനിയിപ്പോൾ ഇന്ന് ചേച്ചിക്ക് പോകണോ, ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനി ചേച്ചി എന്നാ വരിക എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ പറയുന്നുണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല മോളെ, മുത്തശ്ശിക്ക് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാകും എന്ന് പറയണേ. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യം ഓർത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചേച്ചിയെ വിടത്തില്ലായിരുന്നു, ചേച്ചിക്ക് ഇവിടെ നിൽക്കായിരുന്നു, അങ്കിളിനും ആൻറ്റിക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്ന് പറയണം. അതൊന്നും ശരിയാവത്തില്ല മോളെ, അതൊക്കെ മോശമല്ലേ, അവർ നിന്നെ മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, പിന്നെ എൻ്റെ വീട് അതല്ലേ മോളെ, എൻ്റെ അമ്മയും ഒക്കെ ഉള്ളത് അവിടെയല്ല, അപ്പം ഞാൻ അവിടെ തന്നെ അല്ലേ നിൽക്കേണ്ടത്. അതും ശരിയാണല്ലോ എന്ന് പറയണം. ആ സമയത്ത് ഗ്രേസമ്മ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ, ചായ കുടിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ. അങ്ങനെ മാമച്ചാനും വിളിക്കുന്നുണ്ട്. മാമച്ചാനും രേവതി അലീനയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്കിളെ ആൻറ്റി ഞാൻ പോവുക കേട്ടോ, ഞാൻ ഇനി അധികം നേരം നിൽക്കുന്നില്ല, എനിക്ക് കൊല്ലത്ത് പോയിട്ട് ചിന്നമോളെയും കൂടി കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് പറയുമ്പോൾ അവർക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. പോവാറായോ, ഒരു ദിവസം എത്ര പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുകയാണെന്നൊക്കെ ഗ്രേസമ്മയും മാമച്ചാനും പറയട്ടെ. കാരണം അവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. അലീനയും കൂടി വന്നപ്പോൾ വീടൊന്നും കൂടെ, രേവതിക്കുട്ടി വന്ന സമയത്ത് തന്നെ വീടൊന്ന് ഉണർവ് വന്ന പോലെ തന്നെയാണ്. അപ്പോൾ അലീനയും കൂടി വന്നപ്പോൾ ഇവരുടെ കളിയും ചിരിയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് വീട് മൊത്തം നിറഞ്ഞു നിന്നതുപോലെയായിരുന്നു. ഇനിയിപ്പോൾ നീ പോയി കഴിഞ്ഞാൽ ഇവളുടെ സങ്കടം ഞങ്ങൾ കാണേണ്ടി വരുമല്ലോ എന്ന് പറയണം. അതൊക്കെ ശരിയായിക്കോളും ആൻറ്റി എന്ന് പറയണം. ഞാൻ ഇവൾക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആൻറ്റി അങ്കിളിനെ ഒന്നും വല്ലാതിട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ എന്ന് പറയുമ്പോൾ മാമച്ചാനങ്ങൾ പറയുന്നുണ്ട്, അത് നല്ലതാണ്, അവൾക്ക് ഏറ്റവും നല്ലൊരു ഉപദേശത്തിൻ്റെ കുറവുണ്ട്, അത് ഞങ്ങളാരും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, അലീന തന്നെ പറയുന്നതാണ് നല്ലത്, കാരണം അവൾ എന്നിട്ട് വട്ടം കറക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അങ്കളെ അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാം എന്നുള്ള ഭാവത്തിൽ രേവതിക്കുട്ടി ഇങ്ങനെ നോക്കും. അങ്ങനെ അലീന അവിടെ നിന്ന് തിരിച്ച്
തിരിച്ചു പോരുന്ന ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ചിന്നുകുട്ടിയെ കാണാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അലീന വീട്ടിൽ നിന്ന് പോകുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമമാണ്. കാരണം ഇനി ഒരുപാട് നാൾ കഴിഞ്ഞല്ലേ, ഈ ഒരു ദിവസം 2 ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇനി ചേച്ചി പോയിട്ട് ഇനി എന്നാ ചേച്ചിയെ കാണുക എന്നൊക്കെയുള്ള ഒരു വിഷമമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.